അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് ഇത്. നമ്മളെ KSRTC ആയിട്ടാണ് പോകുന്നത്. പച്ച ഡബിൾ ഡെക്കർ കോഴിക്കോട് സിറ്റി ഫുൾ കാണാൻ വേണ്ടിയിട്ട് ഇറക്കിയ പുതിയ ബസ്സായിട്ടാണ് KSRTC. അപ്പം ഇന്നത്തെ ഷോർട്സ് വന്നിട്ട് അമ്മേൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാം കേട്ടോ. 28 വർഷങ്ങൾക്ക് ശേഷം അമ്മേൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അപ്പോൾ അമ്മൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എംബ്രോയിഡറി വർക്കിന് വേണ്ടിയിട്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്മൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആൻറ്റിയാണ്, റീജ എന്നാണ് പേര്. റീജ ആൻറ്റി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 മക്കളൊക്കെ ഉണ്ട്. 2 ആൺകുട്ടികളാണ് ചേച്ചിക്കുള്ളത്. അപ്പം ഈ ആൻറ്റിക്ക് ഈ അടുത്തൊരു ആക്സിഡൻ്റ് ആയി, ഒരു ഫെബ്രുവരിയിൽ. അപ്പം അത് അറിഞ്ഞിട്ടില്ലേ, ഞങ്ങൾ ഈ അടുത്തറിഞ്ഞത്. അപ്പം കാണാൻ വേണ്ടി പോകാട്ടോ. അപ്പോൾ അമ്മ ആദ്യമായിട്ടല്ല 28 വർഷത്തിന് ശേഷം ഫസ്റ്റ് മീറ്റാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വഴി അറിയാത്ത കാരണം ചേച്ചി ഷോപ്പിൻ്റെ അവിടെ നിന്ന് കയറിയിട്ടാണ് ഓട്ടോറിക്ഷയിൽ. അവിടെ എത്തിയപാടെ തന്നെ നാമി നല്ല കളിയായിട്ടോ. നേരത്തെ ഇങ്ങനെ കോണി കണ്ടപ്പോൾ കോണിയിൽ കയറി കളിക്കാൻ നോക്കി. ഇനി അപ്പോൾ അവിടെ ഓരോ സാധനങ്ങളൊക്കെ ഉള്ള കാരണം അവിടെ കയറാൻ പറ്റില്ല. പിന്നെ നേരെ ടിവിൻ്റെ വയറ് പിടിക്കാനായിട്ട് കഴിയും. പോകുന്ന വഴിക്ക് നിലത്തൊന്ന് കിടന്നിട്ടോ. കുട്ടിക്ക് ടൈലിൽ കിടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ചൂടുകാലമായതുകൊണ്ട് ടൈലിൽ കിടക്കുന്ന നല്ല തണുപ്പല്ലേ, കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടോ നിലത്ത് കിടക്കാൻ. അപ്പോൾ അതേ അമ്മ അവിടുന്ന് മിക്സ്ചർ കൊടുത്തിട്ടോ നാമിക്ക് കഴിക്കാൻ. അവർക്ക് മിക്സ്ചർ വറുത്തയ്ക്കാൻ സാധനങ്ങളൊക്കെ ഒറ്റക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം. നമുക്ക് വായിലിട്ട് കൊടുക്കുന്നതിനെക്കാട്ടും പകരം അവൾ കൈ കൊടുത്താൽ അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കട്ടോ. അതാണ് അവൾക്ക് ഇഷ്ടം. അങ്ങനെ അത് കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒന്ന് ചോദിച്ചപ്പോൾ അവൾ ഇല്ല എന്നിങ്ങനെ തലാട്ടി കാണിച്ചാട്ടോ. അപ്പോൾ അതേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൂത്ത മോമെന്നിൻ്റെ ആ ചേട്ടൻ ജോലി കഴിഞ്ഞു. ആ ചേട്ടനും ഈ ആൻറ്റിയും കൂടി പോകുന്ന വഴിക്കാട്ടോ വണ്ടി ആക്സിഡൻ്റ് ആയത്. ആക്സിഡൻ്റ് ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു ബൈക്ക് ട്രാവലറിന് ഇടിച്ചിട്ട് അത്യാവശ്യം നല്ല പറ്റില്ല. ഇപ്പോൾ ഒക്കെ റെഡിയായി വരുന്നിട്ടോ. അപ്പം ഈ നാമിയാണെങ്കിൽ ഒരു ബൊമ്മേനെ കിട്ടിയപ്പോൾ ആ ഒരു ബൊമ്മേനെ വെച്ച് നല്ല കളിയിലാട്ടോ ആൾ. അമ്മയാണതേ കൂട്ടുകാരിനെ കിട്ടിയ സന്തോഷത്തിൽ കഥയും പറഞ്ഞിങ്ങനെ ഇരിക്കട്ടോ. പിന്നെ അവർ ആൽബം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞു കേട്ടത് അമ്മനെ ഈ ആൻറ്റീൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് അമ്മമ്മയും അമ്മച്ചനും അമ്മനെ കല്യാണത്തിന് വീട്ടില്ല. അപ്പോൾ നമുക്ക് കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആൽബം നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അതിലെ ഫോട്ടോസ് വീഡിയോയിലെ ഫോട്ടോസ് ഇങ്ങനെ കാണാം കേട്ടോ. പണ്ട് താല്പര്യം കാണാൻ ഭയങ്കര അടിപൊളിയുടെ സംസാരിക്കേണ്ട അവരുണ്ടാവും. എന്നിട്ട് ഞാൻ ഈ കട്ടുമലൊക്കെ വലിയ കയറി അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മമ്മേനെ എടുത്ത് കുറച്ച് ഇങ്ങനെ കളിച്ചിട്ടാണ്. അതിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ചായക്ക് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്ത് പിന്നെ ഇത് പോകാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിരുന്നു. ആ കഴിക്കാട്ടോ തെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ആൻറ്റീൻ്റെ അമ്മയാട്ടോ, അമ്മമ്മ. പിന്നെ അവർ വെച്ച് ഇങ്ങനെ കഥയ്ക്ക് പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആൻറ്റീൻ്റെ രണ്ടാമത്തെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനെ എന്തോ പഠിക്കുകയാണ്. മൂത്ത ചേട്ടൻ വർക്ക് ചെയ്യാം, രണ്ടാമത്തെ ആൾ പഠിക്കുകയാണ്, CMAക്ക് പഠിക്കാമല്ലോ. ഞാമിയാണെങ്കിൽ അപ്പോഴത്തേക്ക് ചേട്ടന്മാരെടുത്ത് സെറ്റ് ആയിട്ട് കേട്ടോ കളിച്ചിട്ട്. പോയിട്ടല്ലേ അങ്ങനെ ചാച്ച പേര് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അമ്മേനെ ഭയങ്കര സാഡായിരുന്നു. അവർ കുറച്ച് മിനിറ്റുകൾ അവിടെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ആൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരുടെ ഫേസിൽ കാണാണ്ടിനി ഇറങ്ങിയപ്പോൾ ഒരു സങ്കടം അവരുടെ ഫേസിൽ കാണാണ്ടിരുന്നിട്ടാ. പിന്നെ ഞങ്ങൾ ഫാറൂഖ് പാലത്തിൽ കൂടിയായിട്ട് വന്നത്. അപ്പോൾ പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തുള്ള ഭംഗിയുണ്ടായിരുന്നു ലൈറ്റിംഗ് കാണാൻ. അമ്മയ്ക്കാണെങ്കിൽ അവിടെ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അവരുടെ കൂടെ അച്ഛനെ ഡ്യൂട്ടി ആയത് കാരണം ഞങ്ങൾ വേദന അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഒരു ദിവസം വരാം, സമയമുണ്ടല്ലോ, ഇനിയും കാണാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഞാൻ നല്ല കളിയില്ല. ബ്ലൂടൂത്ത് സ്പീക്കറിലാണ് അവളെ കളി ഫുൾ. ആ ഒരു ലൈറ്റ് കണ്ടിട്ടുള്ളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ കണ്ടിരിക്കും. ബൈ.